Big X, Big X, Big X. Welcome home, Mom. We here now. Hey, yo, Mom. Remember JUST, my nigga? Do you remember? 'Cause I remember. We held it down, us three, my nigga. Do you remember? 'Cause I remember. Remember me trying to flee, my nigga? Do you remember? 'Cause I remember. Through the airport with 30 G's, my nigga. Do you remember? 'Cause I remember. Got incarcerated with them G's, my nigga. 'Cause I remember. Looking forward to when they set you free, my nigga. Oh, I remember. Yeah, 'cause this life that I'm living, it's got a partition. One half good, the other half good. Man, sometimes I think I'm tripping. Even after making all this money, niggas still wanna go back. Even after making all this money, niggas still wanna go back. 'Cause I can't shake the memory. I can't shake it. No. I miss the hood. Just can't shake the memory. I can't shake it. No. I miss the hood. Remember how we ran the streets, my nigga? 'Cause I remember. On 4 whips we never leased, my nigga. Do you remember? Loud ass system with them beats, my nigga. Do you remember? With the rooftop missing leather seats, my nigga. Do you remember? DEVYNE, my nigga. Always remember. 'Cause you was there to always give me what I need, my nigga. And I'll never forget it. ആദ്യത്തെ ക്രിസ്മസ് പരിപാടിയാണ് ഇത്. എന്നിവിടെ വോയിസ് മൊബൈലിൽ കൊച്ചുമക്കളോടൊപ്പം ആഘോഷിക്കാൻ സന്തോഷമുണ്ട്. നമ്മുടെ ഗുരുനാഥനായ അരിച്ചേട്ടൻ സ്വാഗതം നടത്തുന്നത്. നിങ്ങൾ 11,000-ഓളം ആൾക്കാർ ഇങ്ങാനോട് പേര് മാത്രമായിട്ട് അതെല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ നേരിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ പലരും പല ജോലിയും മറ്റു പല കാര്യങ്ങളായിട്ട് പല സ്ഥലങ്ങളിലാണ്. ഇങ്ങാനോടല്ല ഈ പറയുന്നവരാണ്, ഇങ്ങാനോട് പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കൂടിയിട്ടാണ് ഈ 11,000 പേർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോടൊത്ത് ഈ ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. എല്ലാ ജീവിതത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്കൊരു കുറച്ച് നേരം അനുഭവിക്കുക. നമ്മുടെ കൂടെയുള്ള മറ്റ് സഹോദരന്മാരോട് ഇടപഴകുക. അവരെ മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവരെയും നമ്മൾ മനസ്സിലാക്കണം. എന്താ കാരണം?
നമ്മൾ ഒരു മുറിയിൽ അടച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള ആൾക്കാരെ പറ്റി അറിയുക, പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയുക. അപ്പം നമ്മൾ എല്ലാവരുമായി ഇടപെടുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ട് പൊതുജനങ്ങളോടുള്ള ഇറങ്ങിക്കഴിഞ്ഞാൽ പലരെയും കാണും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ എങ്ങനെയാണ്, അവർക്ക് ദുഃഖങ്ങൾ എന്തെങ്കിലും ഇതിലൊക്കെ നമുക്ക് എത്രമാത്രം അതിൽ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും, പങ്കുചേരാൻ പറ്റും എന്നുള്ള ഒരു മൊത്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ക്രിസ്തു വർഷം 2015 മുമ്പ് ക്രിസ്തു എന്ന് പറഞ്ഞ പ്രവാചകനായിരുന്നു. പ്രവാചകന്മാർ ഒരുപാടുണ്ടായി. ഇതിലൊക്കെ ജനങ്ങൾ ഉപദേശിച്ചിട്ട് ജനങ്ങളൊന്നും നേടിയില്ല. ഇനി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഏകസംബന്ധം മനുഷ്യനായി ഉപയോഗിക്കും. 2015 കൊല്ലം മുമ്പ് അയാളുടെ പേരുള്ള യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ക്രിസ്മസ് നമ്മൾ ആഗ്രഹിക്കും. കാരണം ഈ സ്ഥാപനത്തെ പറ്റി കൂടുതൽ പേർക്ക് അറിയിക്കും, തന്നെ കൂടുതൽ പേർക്ക് അറിയത്തില്ല. പിടിച്ച് കടന്നു വന്നത് തന്നെ ആദ്യം ഞാൻ നന്ദി അറിയിച്ചു. ഇതിൻ്റെ ഒരു ചെറിയ ചുരുക്ക ചരിത്രം ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴിതിൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് 120 വർഷം കഴിഞ്ഞിരിക്കുന്നത്. അന്ന് സായിപ്പാണ് നടത്തിയിരുന്നത്. അതിന് ശേഷം ഡോക്ടർ ജോൺ ജോർജ് നടത്തി. അദ്ദേഹത്തിന് ശേഷം മാറി ഇപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂരിൽ നെല്ലിക്കുന്നത്ത് ക്രിസ്ത്യാണ് ഒരാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് പോകുന്നത്. തന്നെയല്ല, ഈ സ്ഥാപനം വളരെയേറെ പഴക്കമുള്ളതാണെങ്കിലും ഈ ചുറ്റുപാടുകളോട് ഇതുകൊണ്ട് അറിയത്തില്ല. എങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതിൽ സന്തോഷമുണ്ട്. തന്നെയല്ല, ഇതിൻ്റെ പേര് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരാണ്. എൻ്റെ ഇരിക്കാൻ മൈ ഇരിക്കാൻ വേദപുസ്തകത്തിലൊരു ഭാഗമുണ്ട്. മോശയെ ദൈവം വിളിച്ച് എൻ്റെ ജനം കഷ്ടപ്പെടുന്നു, നീ അവിടെ ചെല്ലണം, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അതിനെനിക്ക് സമ്മതം. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കാരണം ഈ പേരിന്റെ ആശയമാണ്. ഈ ആശയം ഞാൻ എൻ്റെ ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോൾ അത് ഇവിടെ വളർന്ന് പന്തലിച്ചിട്ട് അത് വിവിധ ഗ്രൂപ്പുകളായി മാറിയിട്ട് ആ പേരിന്റെ അല്പ വ്യത്യാസം നമുക്ക് ഇപ്പോഴേ നോക്കാം. അത് എൻ്റെ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഇത് വളർന്ന് പന്തലിക്കണം. എന്നുവെച്ചാൽ താഴെ കിടക്കുന്നവരെ ഉദ്ധരിച്ച് മോളിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ആർക്കും ജോലിയിരുന്നല്ല ഇത് തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു ഭാഗം ആളുകളുണ്ട്, അവരെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ പ്രവർത്തനത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ആ മനസ്സിന് കൊടുക്കുന്നതിൻ്റെതല്ല, കൊടുക്കാനുള്ള മനസ്സിനാണ് നമ്മൾ കണക്കുകൾ വിലയിരുത്തുന്നത്. അപ്പോഴിങ്ങനെ കുറെ പാപ്പുകളുണ്ട്, അങ്ങനെ വന്ന് കാണുവാനും ഇതിന് വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്യുവാനൊക്കെ മനസ്സുണ്ടായിരുന്നു. വളരെ നന്ദിയുണ്ട്. ലോകം അറിയുന്ന സെക്രട്ടറിയായി മാറുവാൻ ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് Thank you.